ഇനി നമുക്കൊരു അടിപൊളി നെയ്മീൻ കറി, വറുത്തരച്ച നെയ്മീൻ കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന നെയ്മീനാണിത്. ഇത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് വേണം കറിയിലിടാൻ. ഇങ്ങനെ തന്നെ ഇട്ടാൽ ആ ഒരു കറിയുടെ ഫ്ലേവർ മീനിലേക്ക് പിടിക്കില്ല. നമുക്കത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കറിയിലിടാൻ. അതിന് കറിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു 15 ചുവന്നുള്ളി, വേപ്പില എന്നിവ ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. തേങ്ങ ആദ്യം വറുത്തിട്ട് അതിലേക്ക് പൊടികളും കൂടി ചേർത്തിട്ട് വേണം വറുക്കാൻ. ഞാനിവിടെ വറുത്ത് വെച്ചേക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വറുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ചട്ടി എടുത്തിട്ട് കുടംപുളി, പച്ചമുളക്, കല്ലുപ്പ്, വേപ്പില എന്നിവ ഇട്ടിട്ട് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതുപോലെ കലക്കി വെച്ച് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തിളക്കണം, നല്ലതുപോലെ തിളക്കണം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരണം, എന്നാലേ ആ പുളിയൊക്കെ ഒന്ന് ഇറങ്ങുള്ളൂ. നല്ലതുപോലെ തിളച്ച് ഇപ്പോൾ ഇവിടെ അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ മീൻ കഷ്ണങ്ങളാക്കിയത്. ഇതുപോലെ കഷ്ണങ്ങളാക്കണം, എന്നാലേ ആ ഫ്ലേവർ മീനിലേക്ക് പിടിക്കുകയുള്ളൂ. എല്ലാ മീനും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തിളപ്പിക്കാം. ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്മിലേക്കിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടാകും. കറി ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഉള്ളി അരിഞ്ഞതും വേപ്പില, വറ്റൽമുളകും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ച് അത് ഒഴിക്കുക കറിയിലേക്ക്. ഇപ്പം തന്നെ ഇളക്കരുത്, കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങണം. ഇളക്കിയാൽ നമ്മളപ്പം തന്നെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവർ കറിക്ക് പിടിക്കില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം ഇളക്കുക. ഇപ്പോൾ കറി നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. പുട്ട്, അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും സൂപ്പർ കറിയാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ചൂടൻ ചോറാണ്. ആ ചോറിൻ്റെ പുറത്തേക്ക് ആ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിച്ചാലുണ്ടല്ലോ സൂപ്പറാണ്. വായിൽ വെള്ളം വരും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം.